ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ നേരത്തെ വീഡിയോയിൽ സോനാമാർഗിൻ്റെ വീഡിയോ ആണ് ചെയ്തത്. ഇന്നിപ്പോൾ കാശ്മീരിലെ ലാസ്റ്റ് ദിവസമാണ്. ഇന്നിപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ദാൽ ലേക്കിൻ്റെ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പോൾ ദാൽ ലേക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞങ്ങൾക്ക് ഒരു ഗാർഡ് നമ്പർ തന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ചെല്ലണം. അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങളുടെ ബോട്ടിംഗ് ആരംഭിക്കുന്നത്. ഇപ്പോൾ സമയം രാവിലെ 10 മണി കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് വെയിലും ഉണ്ട്, എന്നാൽ കുറച്ച് തണുപ്പും ഉണ്ട്. അങ്ങനത്തെ ഒരു ക്ലൈമറ്റാണ്. ഇപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോയിട്ട് കാണാം. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഗാർഡിലെത്തിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഗാർഡ് നമ്പർ 10ലാണ് ഞങ്ങളുടെ ബോട്ട് വരുന്നത്. അപ്പോൾ ഇതാണ് ഗാർഡ് നമ്പർ 10. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ബോട്ട് പോരും. അപ്പോൾ അതിനകത്ത് കയറി ഞങ്ങൾ യാത്ര ചെയ്യാനാണ്. ബോട്ടല്ല, ശരിക്കും പറഞ്ഞാൽ ഷിക്കാർ എന്ന് അതിനകത്ത് പറയുക. എല്ലാവർക്കും ഓരോ ഷിക്കാറുണ്ട്. അപ്പോൾ ആ ഷിക്കാറിൽ നമുക്കിങ്ങനെ എല്ലാം ഉണ്ട്. ഇങ്ങനെ കിടക്കാനുള്ള തലോണ എല്ലാ സെറ്റപ്പും ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കിടന്ന് ഇങ്ങനെ ആസ്വദിച്ച് നമുക്ക് ബോട്ടിങ് ആസ്വദിക്കാം. ഇതൊരു മാൻമെയ്ഡ് ലേക്കാണത്. ഇതിലൂടെ ഷിക്കാറിൽ പോകുമ്പോഴുള്ള കാഴ്ചകൾ വളരെ മനോഹരമാണ്. നിങ്ങൾക്കിപ്പോൾ ഈ സൈഡിലൂടെ കാണാം ഒരുപാട് ഷിക്കാറുകൾ അപ്പുറത്തിരിക്കുന്നത്. പിന്നെ ഇതിപ്പോൾ നമുക്ക് ഈ ബോട്ട് റൈഡ് എന്ന് പറഞ്ഞാൽ അറൗണ്ട് ഒരു 45 മിനിറ്റ്സ് നമുക്ക് ബോട്ട് റൈഡ് വരും. അപ്പോൾ ഒരുപാട് നേരം നീണ്ടു നിൽക്കുന്ന ഒരു ഷിക്കാർ റൈഡാണിത്. ഞങ്ങൾ ഈ വന്ന സമയം എന്ന് പറഞ്ഞാൽ നല്ല തിരക്കുള്ള സമയമാണ്. നിങ്ങൾക്കിപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ കുറേ ഷിക്കാറുകൾ കാണാം. എല്ലാത്തിലും ഇതുപോലെ ടൂറിസ്റ്റ് കയറി ഇപ്പോൾ ഇതിൽ സഞ്ചരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ നല്ലൊരു തിരക്ക് നിങ്ങൾക്ക് മുമ്പിൽ കാണാം. ഇവിടെ നമ്മുടെ ഷിക്കാർ റൈഡിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരുപാട് കച്ചവടക്കാർ ഇങ്ങനെ വന്നു പോകും. ഓരോ തരത്തിലുള്ള ഫാൻസി ഐറ്റംസും ഐസ്ക്രീംസും എല്ലാ തരത്തിലുള്ള കച്ചവടക്കാരും നമ്മുടെ അടുത്ത് വന്നു പോകും. അതിപ്പോൾ ഇവിടെ ഈ ദാൽ ലേക്കിലുള്ള സ്ഥിരം കാഴ്ചയാണ് നമുക്ക് ഷിക്കാർ റൈഡിൻ്റെ ഇടയ്ക്കുള്ള ഈ കച്ചവടക്കാർ. ഞങ്ങളുടെ എല്ലാവരും ഷിക്കാർ ഒപ്പത്തിനൊപ്പമാണ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ആദ്യം ഇറങ്ങിയപ്പോൾ ഓരോരുത്തരും ആദ്യം പോയി. പക്ഷേ ഇപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഒരു പോയിന്റിൽ.
ഇവിടെ ഇപ്പോൾ ഷിക്കാർ റൈഡിൻ്റെ ഇടയ്ക്ക് ഒരു കച്ചവടക്കാരൻ ഞങ്ങളുടെ അടുത്ത് വന്നു. ഇയാളിപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത് കാശ്മീരി സാഫ്രോണാണ്. അപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ കുറേ നേരമായിട്ട് സംസാരിച്ചെങ്കിലും ഞങ്ങളിത് വാങ്ങിച്ചില്ല. ഞങ്ങളിപ്പോൾ നേരത്തെ ഇത് വാങ്ങിച്ചു. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ നിന്ന് പ്രത്യേകിച്ച് ഞങ്ങൾ വാങ്ങിക്കാൻ നിന്നില്ല. ഇപ്പോൾ നമ്മൾ പാസ് ചെയ്യാൻ പോണത് ഇവിടെ ദാൽ ലേക്കിലുള്ള ഓരോ റൂംസിൻ്റെ ഇടയിൽ കൂടിയാണ്. ഇവിടെ നമുക്ക് റൂംസ് സ്റ്റേ ചെയ്യാനുള്ള ഫെസിലിറ്റിയും കൂടി ഉണ്ട്. അത് നമുക്ക് നമ്മുടെ പാക്കേജിൽ പറയുമ്പോൾ നമുക്ക് അങ്ങനെയും ചെയ്യാം. അത് ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്കിവിടെ ദാൽ ലേക്കിൻ്റെ അടുത്ത് ഇങ്ങനെ താമസിക്കുന്നത്. ഇവിടെ ഒരുപാടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന മാത്രമല്ല, ഒരുപാട് ഇവിടെ സ്റ്റേയിങ് ഉണ്ട്. മിക്കവാറും ഹണിമൂൺ കപ്പിൾസാണ് ഇങ്ങനെയുള്ള ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഈ റൂംസാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അടുത്ത ഒരു കച്ചവടക്കാരൻ നമ്മുടെ അടുത്ത് വന്നു. അയാൾ ഇപ്പോൾ എന്തോ ജസ്റ്റ് ഫാൻസി ഐറ്റംസാണ് നമ്മളിവിടെ സെല് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതും ഇങ്ങനെ പറഞ്ഞു പോയി. ഞങ്ങളിപ്പോൾ ഒന്നും വാങ്ങിച്ചില്ല. അയാൾ കുറേ നേരം ഞങ്ങളുടെ മുമ്പിൽ കുറേ ഫാൻസി ഐറ്റംസ് കാണിച്ചിരുന്നു. പക്ഷേ ഞങ്ങൾ അതൊന്നും വാങ്ങിക്കാൻ നിന്നില്ല. ഇതൊക്കെ അത് ഭയങ്കര റേറ്റൊക്കെയാണ് ഇവർ പറയുന്നത്. അപ്പോൾ അത് നമ്മൾ മേടിക്കാണ്ടിരിക്കേണ്ടത്. പിന്നെ നമുക്ക് അറിയില്ലല്ലോ ഇതിപ്പോൾ എങ്ങനെ ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ ഒന്നും നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ നമ്മളിതൊക്കെ ഇങ്ങനത്തെ സ്ഥിരം കാഴ്ചകളാണ് ഇവിടെ ലേക്കിന് ചുറ്റുമുള്ളത്. പക്ഷെ നമ്മൾ മാക്സിമം ഇതൊക്കെ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ.
ഇതിപ്പോൾ ഇതിലൂടെ ഈ ഷിക്കാറിലൂടെ പോകുമ്പോൾ നമുക്ക് വേറൊരു എക്സ്പീരിയൻസാണ് കിട്ടുന്നത്. ഇതിപ്പോൾ നമുക്ക് വേറെ എവിടെയും ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടില്ല. ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10-45 മിനിറ്റ് ഉണ്ട് ഈ റൈഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാനിപ്പോൾ നേരത്തെ നമ്മൾ കണ്ടു ഒരുപാട് കച്ചവടക്കാരിങ്ങനെ വരുന്നതും, പിന്നെ ഇവിടെ നേരത്തെ ഞാൻ ഒരു റൂംസിൻ്റെ കാര്യങ്ങളും പറഞ്ഞു, ഇങ്ങനെ സ്റ്റേ ചെയ്യാൻ റൂംസുകൾ. പിന്നെ മാത്രമല്ല ഇപ്പോൾ നമ്മളത് വിട്ടിട്ട് കുറച്ച് ഉള്ളിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു വ്യത്യസ്തമായൊരു എക്സ്പീരിയൻസാണ് കിട്ടുന്നത് നമുക്ക് ഈ ഒരു ദാൽ ലേക്കിലെ ഈ ഷിക്കാർ റൈഡിൽ കൂടി. ഇപ്പോൾ വേറെ എവിടെയും ഇല്ല. ഇപ്പോൾ നമ്മളിപ്പോൾ കാശ്മീർ വന്നാൽ മസ്റ്റ് വിസിറ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു മസ്റ്റ് വിസിറ്റ് ആയിട്ട് വരേണ്ട ഒരു സ്ഥലമാണ് ഈ ദാൽ ലേക്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിപ്പോൾ ടൗണിൻ്റെ സെൻറ്ററിൽ തന്നെയാണത്. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ വരുന്നതിന് ഇതും ഒരു പകുതി ദിവസം വേണം. അത്യാവശ്യം ഇതിപ്പോൾ കുറച്ച് സമയം ഉണ്ടാവും. അവിടെ ഇപ്പോൾ തിരക്കില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ കുറച്ച് സമയം നിങ്ങളവിടെ നിൽക്കേണ്ടി വന്നാൽ. ഏതായാലും ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആണിത്. നിങ്ങൾ എന്തായാലും ഇവിടെ വരുമ്പോൾ ഇവിടെ വരണം. ഈ ചേട്ടനായിരുന്നു ഞങ്ങളുടെ ഇപ്പോൾ ഷിക്കാറിൻ്റെ സാരഥി. ഇത്രയും നേരം ഞങ്ങളിവിടെ ഇത്രയും ദൂരം തുഴഞ്ഞത് ഈ ചേട്ടനായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഷിക്കാർ റൈഡ് ഇപ്പോൾ കഴിയാറായിരിക്കുകയാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ദാൽ ലേക്കിലെ വ്യൂസ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നെക്സ്റ്റ് ഞങ്ങളുടെ ഡെസ്റ്റിനേഷനായ ശങ്കരാചാര്യ ടെമ്പിൾ, അത് അവിടെ നിന്ന് അടുത്ത് തന്നെയാണ്. അങ്ങോട്ടേക്ക് ഇനി പോകണം. അപ്പോൾ ഇതിപ്പോൾ ഞങ്ങളിപ്പോൾ ഷിക്കാറിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ ഇറങ്ങിയ ശേഷവും ഇപ്പോൾ ഇവർ ജസ്റ്റ് നമ്മൾ ടിപ്പ് നമ്മളോട് ചോദിച്ചു വാങ്ങുന്നുണ്ട്. സാധാരണ നമ്മൾ ടിപ്പ് അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്യുക. പക്ഷേ ഇവർ ഈ നോർത്ത് ഇന്ത്യൻസിൻ്റെ ഒരു പതിവുള്ള വെച്ചാൽ നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കും. പക്ഷേ നമ്മളത് മാക്സിമം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊക്കെ അവോയ്ഡ് ചെയ്ത് കളയണമായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെ ഞങ്ങളുടെ ഇവിടുത്തെ ഷിക്കാർ റൈഡ് കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇവിടെ ഞാൻ 360 വ്യൂവിൽ ഇവിടെ ഈ ദാൽ ലേക്കിലെ ഫുൾ ഷിക്കാറുകൾ കാണിച്ചു തരാം. ഇപ്പോൾ ഞാനിപ്പോൾ
ഇതിപ്പോൾ 360 വ്യൂവിൽ ഞാൻ നിങ്ങൾക്കെല്ലാം കാണിച്ചിരുന്നതാണ്. ഇവിടെ ഇഷ്ടംപോലെ ഷിക്കാർ റൈഡുകളുണ്ട്. അതിപ്പോൾ ഓരോന്നും ഓരോ പേരിലാണ് ഇതിപ്പോൾ അറിയപ്പെടുന്നത്. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ പോകാൻ പോകുന്നത് ഇവിടുത്തെ ഒരു ഫേമസ് ടെമ്പിളിലേക്കാണ്, ശങ്കരാചാര്യ ടെമ്പിൾ. ഈ ടെമ്പിളിലെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് സ്റ്റെപ്പ് കയറി വളരെ പൊക്കത്ത് നമ്മൾ പോകണം. മാത്രമല്ല ഇതിപ്പോൾ ഞങ്ങളുടെ കാശ്മീരിലെ ലാസ്റ്റുള്ള ഡെസ്റ്റിനേഷനാണ്. ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് എയർപോർട്ടിലേക്ക് പോവുകയാണ്, തിരിച്ച് ഞങ്ങളുടെ നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനാണത് ശങ്കരാചാര്യം. അപ്പോൾ ഇവിടുന്ന് വളരെ അധികം ദൂരമൊന്നുമില്ല, ഇവിടെ നിന്ന് അടുത്താണ്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും ഞങ്ങൾ പോകുന്ന വഴിയെ ഇപ്പോൾ ഏതായാലും ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഈ ലേക്കിനെ ചുറ്റിപ്പറ്റിയാണ് പോകുന്നത്. ഇപ്പോൾ ഈ ലേക്കിൻ്റെ നടുക്കന്നെ ഇതിങ്ങനെ ഫൗണ്ടൻ പോലെയൊക്കെ ഉണ്ട്. ഏതായാലും നമ്മൾ ഈ ലേക്കിനൊരു വലം വെച്ചിട്ടാണ് നമ്മൾ കറങ്ങിയിട്ടാണ് ഇപ്പോൾ ആ ശങ്കരാചാര്യ ടെമ്പിളിലേക്ക് പോകുന്നത്. ഇവിടെ നിന്ന് അടുത്താണ്, ഇവിടെ നിന്ന് ജസ്റ്റ് ഒരു 3 or 4 കിലോമീറ്റേഴ്സ് അത്രയേ ഉള്ളൂ. ഇവിടെ ഇങ്ങനെ പോകുന്ന വഴി ചെറിയൊരു കയറ്റമുണ്ട്, ഹെയർ പിൻ പോലത്തെ. ഈ കയറ്റം കയറി വേണം നമ്മൾ ശങ്കരാചാര്യ ടെമ്പിളിൽ പോകാൻ. അങ്ങനെ ഞങ്ങൾ ടെമ്പിളിൻ്റെ അടുത്തെത്തി. ഇപ്പോൾ ഇവിടെ നമ്മുടെ വണ്ടി ജസ്റ്റ് പാർക്കിന് ശേഷം ഞങ്ങൾ കുറച്ച് ദൂരം നടക്കാനുണ്ട്. നടന്നിട്ട് വേണം നേരെ അങ്ങോട്ട് ശങ്കരാചാര്യ ടെമ്പിളിൽ അങ്ങോട്ട് പോകാൻ. ഇപ്പോൾ ഇവിടെ ടെമ്പിളിലേക്കുള്ള ഓരോ നിർദ്ദേശങ്ങളും ഓരോ ഫോട്ടോസും ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇനി ഇവിടെ നിന്നൊരു ജസ്റ്റ് ഒരു 1 കിലോമീറ്റർ 1.5 കിലോമീറ്റേഴ്സ് അത്രയും ഞങ്ങൾക്ക് നടക്കാനുണ്ട്. അപ്പോൾ ഒന്നിലേയും നമുക്ക് നടന്നു പോവാം, അല്ലെങ്കിൽ ഇവിടെ ജസ്റ്റ്
ഓട്ടോ ഒക്കെ ഹയർ ചെയ്ത് അങ്ങനെ പോകാം. അതിനുള്ള സംവിധാനവും ഇവിടെയുണ്ട്. ഇതാണ് ശങ്കരാചാര്യ ടെമ്പിളിൻ്റെ എൻട്രൻസ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഈ സ്റ്റെപ്പ്, ഇത് ഞാൻ പറയുന്നത് കുത്തനെയുള്ളത് സ്റ്റെപ്പാണത്. ഇത് ഒരുപാടുണ്ട് കയറാൻ. അപ്പോൾ നമ്മൾ പതുക്കെ കയറി മുകളിലെത്താം. അപ്പോൾ ഇത് ബെസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, ഒരു മലയുടെ പൊക്കത്താണ്, ഹൈ റേഞ്ച് കയറിയാണ് നമ്മൾ വന്നത്. അപ്പോൾ നമ്മൾ പതുക്കെ റെസ്റ്റ് ചെയ്ത് നടന്നങ്ങോട്ട് പോവുക. ഇവിടെയും ധാരാളം മങ്കീസിൻ്റെയൊക്കെ ശല്യമുണ്ട്. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. ഹൈ റേഞ്ച് കാടല്ലേ, അപ്പോൾ എന്തായാലും മങ്കീസിൻ്റെയൊക്കെ ശല്യം ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളിപ്പോൾ എന്തായാലും നമുക്ക് ഇതങ്ങോട്ട് മുകളിലേക്ക് നടന്നു പോകാം. അങ്ങനെ ഞങ്ങൾ നടന്ന് ഇതിൻ്റെ ഏകദേശം ഞങ്ങൾ മുകളിലെത്തിയിരിക്കുകയാണ്. ഇതാ കാണുന്ന അവിടെയാണ് ഞങ്ങൾക്ക് എത്തേണ്ടത്. അപ്പോൾ ഞങ്ങളിപ്പോൾ എത്തിയത് ഇപ്പോൾ ഇവിടെ ഞങ്ങളുടെ ചെരുപ്പൊക്കെ ഊരി വെച്ച് ഞങ്ങളിപ്പോൾ അകത്തേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഇവിടെ എഴുതിയിട്ടുണ്ട് പ്ലാസ്റ്റിക് ഒന്നും അലൗഡ് അല്ല അകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ശങ്കരാചാര്യ ടെമ്പിളിലേക്കുള്ള പോകുന്ന ഒരു വഴി. അപ്പോൾ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ വേറൊരു സ്റ്റെപ്പും കുത്തനെ കയറിയിട്ട് വേണം നമ്മളിതിൻ്റെ അകത്തേക്ക്, മെയിൻ ടെമ്പിളിൻ്റെ അകത്തേക്ക് നമുക്ക് കയറാൻ. അപ്പോൾ ഇതാണ് ഒരു വഴി. ഏതായാലും അകത്ത് ക്യാമറ അലൗഡ് അല്ല, ഞാനിപ്പോൾ ഇത്രയും നിങ്ങൾക്ക് കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങോട്ട് കയറാൻ പോവുകയാണ്. ഈ സ്ഥലത്തിന് പറയുക തപസ്യ സ്ഥലം എന്നാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഓരോ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. നമ്മളതനുസരിച്ചിട്ട് പാലിച്ച് വേണം ഈ ടെമ്പിളിലേക്ക് പോകാൻ. പിന്നെ ഇതിപ്പോൾ ഇവിടെ നമുക്ക് പുറത്തുനിന്ന് ഫോട്ടോസ് എടുക്കാം, പക്ഷേ അകത്ത് വീഡിയോസ് ഒന്നും അലൗഡ് അല്ല. പിന്നെ ഇവിടെ നിന്ന് നമുക്ക് നോക്കിയാൽ ശ്രീനഗർ സിറ്റിയുടെ ഒരു നല്ല വ്യൂ ആണ് കിട്ടുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് നമുക്ക് ഫുൾ വ്യൂ കിട്ടും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ക്ലൈമറ്റ് വലിയ തണുപ്പൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ നല്ല വെയിലുണ്ടെങ്കിലും, വെയിലാണ്, പക്ഷെ എന്നാലും ഒരു ചെറിയൊരു കൂളിംഗ് ഉണ്ടെന്നേ ഉള്ളൂ. അല്ലാണ്ട് ഭയങ്കര ഒരു തണുപ്പൊന്നും ഇവിടെ ഫീൽ ചെയ്യുന്നില്ല. അങ്ങനെ ഞാനിപ്പോൾ ഇവിടെ നിന്ന് താഴേക്ക് ഇറങ്ങുകയാണ്. ഞങ്ങളിപ്പോൾ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ താഴേക്ക് ഇറങ്ങി ഞാൻ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് നീങ്ങുകയാണ്. ഇതിപ്പോൾ ഞങ്ങളിപ്പോൾ വന്ന വഴി അതുവഴി തന്നെ തിരിച്ചു പോകണം. കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ വന്നത്. ഏതായാലും ഇതാണിപ്പോൾ ഞങ്ങളുടെ കാശ്മീരിലെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നേരെ തിരിച്ച് ഞങ്ങളുടെ വണ്ടി പാർക്ക് ചെയ്ത് അങ്ങോട്ട് നടക്കുകയാണ്.
ഇവിടെ നമുക്കിങ്ങനെ ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. ഞങ്ങളിപ്പോൾ ഇവിടെ കുറച്ച് നേരം വിശ്രമിച്ചതിന് ശേഷമാണ് ഞങ്ങൾ താഴേക്ക് ഇറങ്ങിയത്. അങ്ങനെ ഞങ്ങളിപ്പോൾ ഫ്ലൈറ്റ് കയറിയിരിക്കുകയാണ്. തിരിച്ച് ശ്രീനഗറിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് ബാംഗ്ലൂർ ടു കൊച്ചി. അങ്ങനെ വന്ന പോലെ തന്നെ ഞങ്ങൾ പോവുകയാണ്. ഏതായാലും ശ്രീനഗർ എയർപോർട്ടിൽ ഞങ്ങൾക്ക് അവിടെ റെസ്ട്രിക്റ്റഡ് വീഡിയോസും ഫോട്ടോസും റെസ്ട്രിക്റ്റഡ് ആയതുകൊണ്ട് അവിടെ ഫോട്ടോ എടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇതുവഴി തിരിച്ചു പോവുകയാണ്. ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.